നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ FC ബാഴ്സലോണയിലെ റാഫീഞ്ഞ പൊളിച്ചെടുക്കുകയാണ്. ഇന്നലെയും അദ്ദേഹം ഗോൾ നേടി. അതോടുകൂടി ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി 23 അപ്പിയറൻസുകളിൽ നിന്ന് 17 ഗോളുകളായിട്ടുണ്ട്. അതായത് അതിനു മുമ്പ് അദ്ദേഹം 67 മത്സരങ്ങൾ അതുവരെ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ട് നേടിയിരുന്നത് 17 ഗോളുകളാണെങ്കിൽ ഈ സീസണിലും മാത്രം ഇപ്പോൾ 23 കളികളിൽ നിന്ന് 17 ഗോളുകളായിരിക്കുന്നു. അതിനർത്ഥം എന്താ? അത്രയധികം അദ്ദേഹം ഇമ്പ്രൂവ്ഡ് ആയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഹി ജസ്റ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ്. അല്ലെങ്കിൽ ഹി ഈസ് ദി മോസ്റ്റ് ഇൻഫോം പ്ലെയർ റൈറ്റ് നൗ ഇൻ ദി വേൾഡ്. ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം ഫോമിലുള്ള കളിക്കാരൻ അത് റാഫീഞ്ഞയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ ലാഞ്ചന കണ്ടപ്പോൾ തന്നെ ആരാധകരുടെ ഇടനെഞ്ച് പിടച്ചത് അതുകൊണ്ടാണ്. പിന്നെ ഫ്ലിക്ക് പറഞ്ഞപ്പോഴേ ആശ്വാസമായത്. അതൊരു ക്രാമ്പ് മാത്രമാണ്, അദ്ദേഹം ടയേർഡായതുകൊണ്ട് സംഭവിച്ചതാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. റാഫീഞ്ഞ ഈസ് നോട്ട് ഇൻജോയ്ഡ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആരാധകരുടെ ശ്വാസം നേരെ വീണത്. കാരണം റാഫീഞ്ഞ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഒരു കണക്ക് കൂടി അങ്ങ് പറയട്ടെ. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗോളിൻ്റെയും അസിസ്റ്റിൻ്റെയും കണക്കിൽ തലപ്പത്താര റാഫീഞ്ഞയാണ്. അത് 2024-25 UCL സീസണല്ല നമ്മൾ പറയുന്നത്, കലണ്ടർ വൈസാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ UCL മത്സരങ്ങളും ഈ വർഷത്തെ UCL മത്സരങ്ങൾ കൂടി വരും എന്നർത്ഥം. സോ 10 ഗെയിമുകളിൽ നിന്ന് 12 ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. 10 മത്സരങ്ങൾ കളിച്ചിട്ട് 9 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി എന്നർത്ഥം. സോ 61 മിനിറ്റാണ് ഓരോ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്നത്. 34 ഷോട്ട്സ്, 14 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 24 കീ പാസുകൾ, 5 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. സോഫാ സ്കോർ അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് 8.1 സോ ഗോൾ പ്ലസ് അസിസ്റ്റ്, അങ്ങനെയാണ് ഒന്നാമത് എന്ന് പറഞ്ഞത്. 10 കളികൾ 12 ഗോൾ കോൺട്രിബ്യൂഷൻസ്. സോ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഈസ് ദി ലീഡർ ഇൻ ഗോൾസ് ആൻഡ് ഗോൾ പാർട്ടിസിപ്പേഷൻസ്. സോ റാഫീഞ്ഞ പൊളിച്ചെടുക്കുകയാണ്. റാഫീഞ്ഞ എന്ന ബ്രസീലിയൻ താരം ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടവനാണ് എന്നുള്ളത് അവരുടെ കളി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏത് റാഫീഞ്ഞയാ? കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ബാഴ്സലോണ ആരാധകർ വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട അതേ റാഫീഞ്ഞ. അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ ജേഴ്സി നമ്പർ മറ്റൊരാളുടെ മേലെ ഇട്ടുകൊണ്ട് പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്കത് വേദനിച്ചു എന്ന്. പക്ഷേ ആ റാഫി, ആരാധകർ വളരെ ഇഷ്ടത്തോടു കൂടി റാഫി എന്ന് വിളിക്കുന്ന റാഫീഞ്ഞ ഇപ്പോൾ പൊളിച്ചെടുക്കുകയാണ്. ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു ലാറ്റിൻ അമേരിക്കക്കാരൻ അവിടെ അതുപോലെ പൊളിച്ചെടുക്കിയിട്ടില്ലേ? അതെ, അർജൻറ്റീനക്കാരൻ. ഇത് ബ്രസീലുകാരൻ. ആ അർജൻറ്റീനക്കാരനെ ഒരിക്കലും ബാഴ്സയ്ക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ലിയോ മെസ്സി എന്ന താരം അവിടെ ഉണ്ടാക്കിയ ഓളം. അതുപോലെയാകുമോ റാഫീഞ്ഞ എന്നൊന്നും പറയുന്നില്ല, അതുപോലെയാകുമെന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ മറ്റൊരു ലാറ്റിൻ അമേരിക്കക്കാരൻ ബാഴ്സലോണയിൽ ആറാടുകയാണ്. അത് സമ്മതിച്ചേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.